പ്രിയ സഹോദരൻ, താങ്കളിപ്പോൾ ആത്മീയമായി മരിച്ചിരിക്കുന്ന ഒരു പാപിയാണ്. ഈ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും വിടുവിക്കുവാൻ താങ്കൾക്ക് ഒരു രക്ഷകൻ്റെ ആവശ്യമുണ്ടെന്നും താങ്കൾ വിശ്വസിക്കുന്നു. പ്രപഞ്ച സൃഷ്ടാവും സകലാത്മാക്കളുടെയും ഉടയവനും സർവ്വപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നവനുമായ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ഏക സത്യദൈവമായ സകലർക്കും പിതാവായി യഹോവ എന്ന നാമവും യാഹ് എന്ന ചുരുക്കനാമവുമുള്ള അദൃശ്യ ദൈവത്തിൽ താങ്കൾ വിശ്വസിക്കുന്നു. ഈ അദൃശ്യ ദൈവം സ്വർഗത്തിലെ ദൂതന്മാർക്കും സ്വർഗീയ സൃഷ്ടികൾക്കും പ്രത്യക്ഷനായി ദൈവപുത്രൻ്റെ രൂപത്തിൽ സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിലായിരുന്നുവെന്നും ദൈവവചനമായിരുന്ന ദൈവം തന്നെയായിരുന്ന ദൈവത്തോടു കൂടെയായിരുന്ന യഹോവയുടെ ഭുജമായിരുന്ന തൻ്റെ ഈ പുത്രനെ കാലസമ്പൂർണതയിൽ ഇന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീയുടെ സന്തതിയായി മനുഷ്യപുത്രനായി മനുഷ്യരുടെ പാപമോചനത്തിനും രക്ഷയ്ക്കുമായി യഹോവ രക്ഷിക്കുന്നു എന്നർത്ഥം വരുന്ന യാശുവ എന്ന നാമം നൽകി ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് താങ്കൾ വിശ്വസിക്കുന്നു. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവപുത്രനായ യാശുമിശിഹ ഈ ഭൂമിയിൽ കന്യകയിൽ നിന്ന് ജനിച്ച് സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു, തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നും ദൈവത്തിൻ്റെ നിഷ്കളന്ന കുഞ്ഞാടായി ഈ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കർത്താവായ യാശുമിശിഹയുടെ മരണമടക്കം ഉയർത്തുക എന്നത് താങ്കളുടെ കൂടി പാപമോചനത്തിന് വേണ്ടിയായിരുന്നു എന്ന സുവിശേഷം താങ്കൾ വിശ്വസിക്കുന്നു. രക്ഷകനായ ദൈവം സകല നാമങ്ങൾക്കും മേലായി ഉയർത്തിയ എല്ലാ മുട്ടും മടങ്ങുവാൻ പോകുന്ന ന്യായവിധിയുടെ അധികാരമുള്ള ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷക്കായി നൽകപ്പെട്ട കർത്താവായ യാശുമിശിഹ എന്ന അതുല്യ നാമത്തിലാണ് പാപമോചനവും രക്ഷയും ലഭിക്കുന്നതെന്നുള്ളതും യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനേവനും രക്ഷ പ്രാപിക്കുമെന്ന യോവേൽ പ്രവാചകന്റെ പ്രവചനം എടുത്തു പറഞ്ഞുകൊണ്ട് യാശുമിശിഹയെക്കുറിച്ച് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനേവനും രക്ഷിക്കപ്പെടും എന്ന് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് പ്രസംഗിച്ചത് താങ്കൾ വിശ്വസിക്കുമ്പോൾ അന്ത്യവിധി നാളിൽ ലോകാവസാന ദിവസം സകലരെയും ന്യായം വിധിക്കുവാൻ വരാനിരിക്കുന്ന കർത്താവായ യാശുമിശിഹയുടെ മരണമടക്കം ഉയർപ്പ് എന്ന സുവിശേഷത്തിൽ വിശ്വസിച്ച് യാശുമിശിഹയുടെ മരണത്തോട് ചേരുവാനും അവിടത്തോട് കൂടെ ആത്മീയമായി കുഴിച്ചിടപ്പെടുവാനും വീണ്ടും ജനനം പ്രാപിച്ച് രക്ഷിക്കപ്പെടുവാനും പാപമോചനവും പരിശുദ്ധാത്മാവും ലഭിക്കുവാനും കർത്താവിൻ്റെ ദൈവരാജ്യമായ സഭയോട് ചേർക്കപ്പെടുന്നതിനും ആവശ്യമായ കർത്താവായ യാശുമിശിഹയുടെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം രക്ഷയ്ക്കായി താങ്കൾക്ക് ആവശ്യമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നു. യഹോവയായ ദൈവപുത്രനായി ജഡത്തിൽ വെളിപ്പെട്ടതാണ് കർത്താവായ യാശുമിശിഹ എന്ന് താങ്കൾ വിശ്വസിക്കുന്നു. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ടതും പാപമോചനത്തിനായി അധികാരമുള്ളതും അന്ത്യവിധി നാളിൽ സകല മുട്ടും മടങ്ങുകയും എല്ലാ നാവും ഏറ്റുപറയുകയും ചെയ്യുവാൻ പോകുന്ന കർത്താവായ യാശുമിശിഹ എന്ന ഏകരക്ഷകന്റെ അധികാരമുള്ള നാമത്തിൽ താങ്കൾ വിശ്വസിക്കുന്നു. സഹോദരൻ, കർത്താവായ യാശുമിശിഹ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആശയം കൊണ്ട് ഏറ്റു പറയുന്നു എന്ന് താങ്കളുടെ വിശ്വാസം ഏറ്റു പറയാം. അതിനായി നമുക്ക് സ്നാനത്തിലേക്ക് സ്വർഗം സന്തോഷിക്കുന്ന ഒരു അതുല്യമായ സമയമാണ്. താങ്കൾ കർത്താവായ യാശുമിശിഹയെ രക്ഷകനായി സ്വീകരിക്കുന്നതിന് മുന്നോടിയായി സ്നാനത്തിന് വേണ്ടതായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുക. ഇപ്പോൾ കർത്താവായ യാശുമിശിഹയിലുള്ള താങ്കളുടെ വിശ്വാസം താങ്കൾ വായുകൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് താങ്കൾ നീതിക്കായി വിശ്വസിക്കുകയും അധരം കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. കർത്താവിലുള്ള വിശ്വാസം കർത്താവായ യാശുമിശിഹയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞിരിക്കുന്ന താങ്കൾ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്ന കർത്താവായ യാശുമിശിഹയുടെ കൽപ്പന പ്രകാരം ഇപ്പോൾ ഞാൻ കർത്താവായ യാശുമിശിഹയുടെ നാമത്തിൽ സൗരം മനുവിനെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തിക്കൊള്ളും.
പ്രിയ സഹോദര, താങ്കളിപ്പോൾ കർത്താവായ യേശുമിശിഹായുടെ അന്ത്യകൽപ്പന പ്രകാരം കർത്താവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുമിശിഹായെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു. താങ്കൾ ഈ വെള്ളത്തിൽ മുങ്ങിയത് മൂലം കർത്താവായ യേശുമിശിഹായുടെ മരണം അടക്കം ഉയർപ്പിനോട് ചേരുകയും താങ്കളുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയും താങ്കൾ രക്ഷിക്കപ്പെടുകയും താങ്കൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം താങ്കൾ പ്രാപിക്കും. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷക സ്തുതി നീനക്കുന്നു, ചേറ്റിൽ നിന്നും എന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടിവണങ്ങും. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you.